പ്രിയമുള്ളവരെ, വചനജ്വാല 1672 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 30 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നാം ഇന്നു മുതൽ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 50 നോമ്പ് 44 ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 43 അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ദൈവമായ കർത്താവ് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ജെറമിയ ജനത്തെ അറിയിച്ചു. അപ്പോൾ ഹോഷായുടെ മകൻ അസ്രിയായും കരോയായുടെ മകൻ യോഹനാനും അഹങ്കാരികളായ മറ്റുള്ളവരോട് ചേർന്ന് ജെറമിയായോട് പറഞ്ഞു, നീ വ്യാജമാണ് പറയുന്നത്. ഈജിപ്തിൽ വസിക്കാൻ പോകരുതെന്ന് പറയാൻ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നെ അയച്ചിട്ടില്ല. ഞങ്ങൾ കൽദായരുടെ കൈകളിൽ അകപ്പെട്ട് വധിക്കപ്പെടുന്നതിനോ അവർ ഞങ്ങളെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുന്നതിനോ വേണ്ടി നേരിയായുടെ മകൻ ബാറൂക്ക് നിന്നെ പ്രേരിപ്പിക്കുന്നു. യൂദാദേശത്ത് വസിക്കണമെന്നുള്ള കർത്താവിന്റെ കൽപ്പന കരേയായുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും ജനത്തെ അനുസരിച്ചില്ല. ജനത്തിന്റെ ഇടയിൽ ചിതറിപ്പോയതിനു ശേഷവും വീണ്ടും യൂദാദേശത്ത് താമസിക്കാൻ തിരിച്ചെത്തിയ യൂദയായുടെ അവശിഷ്ട വിഭാഗത്തെ പുരുഷന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, രാജകുമാരിമാർ, സേനാപതിപനായ നെബൂസദരാൻ, ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചിരുന്നവർ എന്നിവരെയും ജെറമിയ പ്രവാചകനെയും നേരിയായുടെ മകൻ ബാറൂക്കിനെയും കരേയായുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവർ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ ഈജിപ്തിൽ തഹ്പൻസഹത്തിൽ എത്തി. കർത്താവ് ജെറമിയായോട് തഹ്പൻസഹത്തിൽ വെച്ച് അരുൾ ചെയ്തു, നീ വലിയ കല്ലുകൾ എടുത്ത് യൂദയായിലെ ആളുകൾ കാണുകെ തഹ്പൻഹസിൽ ഫറവോയുടെ കൊട്ടാരത്തിന്റെ പടിവാതിക്കലുള്ള കൽപ്പടവിയിലെ കളിമണ്ണിൽ പൂഴ്ത്തിവെക്കുക. അനന്തരം അവരോട് പറയണം, ഇസ്രായേലിൽ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ ബാബിലോൺ രാജാവ് നബുക്കദ്നേസറിനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തും. ഞാൻ ഒളിച്ചു വെച്ച കല്ലുകളിന്മേൽ അവൻ തന്റെ സിംഹാസനം ഉറപ്പിക്കും. അവയുടെ മേൽ തന്റെ രാജകീയ വിധാനം വിരിക്കും. അവൻ വന്ന് ഈജിപ്തിനെ തോൽപ്പിക്കും. പകർച്ചവ്യാധിക്ക് വിധിക്കപ്പെട്ടവരെ പകർച്ചവ്യാധിക്കും, പ്രവാസത്തിനുമുള്ളവരെ പ്രവാസത്തിനും, വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും. ഈജിപ്തിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് അവൻ തീവയ്ക്കും. ദേവന്മാരെ ചുട്ടുചാമ്പലാക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യും. ഇടയൻ തന്റെ കമ്പിളിയിൽ നിന്ന് കീടങ്ങളെ അകറ്റുന്നത് പോലെ ഈജിപ്ത് ദേശത്തെ അവൻ ശുദ്ധീകരിക്കും. എന്നിട്ട് നിർബാധം അവിടെ നിന്ന് പോകും. അവൻ ഈജിപ്തിലെ സൂര്യക്ഷേത്രത്തിന്റെ സ്തൂപങ്ങൾ തകർക്കും. അവരുടെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾ അഗ്നിക്കിരയാകും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ ക്ലൈമാക്സിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ക്ലൈമാക്സ് അഥവാ പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്ന വിശിഷ്ട ഗ്രന്ഥത്തിന്റെ കർത്താവെന്ന നിലയിലാണ് ക്ലിമാക്കസ് എന്ന നാമധേയം ജോണിനോട് ചേർന്നത്. ഇദ്ദേഹം 524 പലസ്തീനായിൽ ജനിച്ചു. സമർത്ഥനായ ജോൺ
16-ാമത്തെ വയസ്സിൽ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് സന്യാസം വരിച്ചു എന്ന് മാത്രമല്ല, 22-ാം വയസ്സിൽ സീനാമലയിൽ തപോജീവിതം നയിക്കാനും തുടങ്ങി. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞലഞ്ചെരുവിലുള്ള പള്ളിയിൽ പോയി ദിവ്യബലിയിലും മറ്റ് പ്രാർത്ഥനകളിലും ജോൺ പങ്കെടുത്തിരുന്നു. ഭക്ഷണം വളരെ തുച്ഛമായിരുന്നു. മത്സ്യവും മാംസവും അദ്ദേഹം വർജിച്ചിരുന്നു. വേദപുസ്തകവും സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ പഠന വിഷയം. പർണശാലയിൽ അങ്ങനെ 40 വർഷം താമസിച്ചു. 75-ാമത്തെ വയസ്സിൽ അദ്ദേഹം സീനാമലയിലുള്ള സന്യാസികളുടെ ആബട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് അനേകരുടെ ആവശ്യപ്രകാരം പരിപൂർണതയെപ്പറ്റി ഒരു ഗ്രന്ഥം എഴുതി. അതാണ് അദ്ദേഹത്തിന്റെ 2-ാമത്തെ പേരിന് കാരണമായ ക്ലൈമാക്സ് എന്ന ഗ്രന്ഥം. സ്ഥാനമാനങ്ങൾ വ്യഗ്രചിത്തകളിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്നു എന്ന് കണ്ട് മരണത്തിന് സ്വൽപ്പം മുമ്പ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ധ്യാനനിരതനായി 605 മാർച്ച് 30-ാം തീയതി അദ്ദേഹം ദിവംഗതനായി. എന്റെ കർത്താവേ, അങ്ങയിൽ നിന്ന് വേർപിരിയ അസാധ്യമാകത്തക്ക വിധം പ്രാർത്ഥന വഴി അങ്ങയോട് യോജിക്കുകയല്ലാതെ വേറൊന്നും ഭൂമിയിൽ ഞാൻ ഇച്ഛിക്കുന്നില്ല. അന്യർ ധനവും മാനവും തേടിക്കൊള്ളട്ടെ, എനിക്ക് ഒന്നു മതി. വേർപിരിയാൻ പാടില്ലാത്തവണ്ണം അങ്ങയോട് ഐക്യപ്പെടുക. സൗഭാഗ്യത്തിന്റെയും വിശ്രമത്തിന്റെയും പ്രത്യാശകളെല്ലാം അങ്ങിൽ മാത്രം സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ ക്ലൈമാക്സിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.